മതി. എന്നിട്ട് ഇനി മീൻ വറുത്തമുണ്ടോ? എന്ത് മീനാ? നല്ല മഴ. മഴയത്തൊരു ഊണ്, ഇലയിലൊരു ഊണെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ മഴയത്തൊരു ഊണ്. ഞങ്ങൾ നമ്മളിപ്പോൾ പാണ്ഡവൻപാറ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭീകര മഴ വെളിയിൽ വരുന്ന വഴിക്ക് ഒരു ആലത്തൂർ കഴിഞ്ഞപ്പോൾ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലം, അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹോട്ടലുണ്ട്. ഒരു കാണിക്കണ്ട, ധൈര്യമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയ ലജ്ജയൊക്കെ ഉള്ളൊരു വീട്ടമ്മ ചൂര. ഇതാണോ ഈ കുഞ്ഞു ചൂര? വീട്ടമ്മയാണ് ഇന്ന് ഉള്ളത്. ഇതും ചൂരയാണോ? ഒഴിയാണോ എനിക്ക് വേണ്ട ചൂര? അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങുകയാണ്. മീൻകറി, കുഞ്ഞു ചൂര വറുത്തത്. ഈ വേറെ ബീഫ് വല്ലതും ഉണ്ടോ? ഇറച്ചി നമ്മൾ വയ്ക്കത്തില്ല. എത്ര നാളായി ഹോട്ടലിൽ തുടങ്ങിയിട്ട്? ചിരി കണ്ടാൽ അല്ല പറ. 5 വർഷമായിട്ട് തുടങ്ങി. ഇത് തന്നെ ഊണ് ആണ് രാവിലെ. ആ, ഇന്ന് ദൂരെ പോയി നിൽക്കുന്നത്. ദൂരെ പോയി നിൽക്കുന്നത് തന്നെ അടുത്തൊന്നില്ലേ? ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ആരുമായിട്ട് സംസാരിച്ച് അതൊക്കെ ഇങ്ങനെ മൊബൈലിലേക്ക് എടുത്ത് വയ്ക്കും. അത്രേ ഉള്ളൂ. 15 വർഷം. ആരാ നടത്തുന്നത്? തന്നെ സ്വന്തം തന്നെ. ചേട്ടൻ എവിടെ പോയി? നിങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടുത്തെ മുതലാളിയും തൊഴിലാളിയല്ല. 15 വർഷമായി. സ്വന്തം കടയാണ് അത്? 25 വർഷമായി. ഈ ഇവിടെ സ്ഥലം ഇത് നമ്മുടെ ആലത്തൂർ അല്ലേ? മണവാരി. ആലത്തൂർ കഴിഞ്ഞിട്ട് മണവാരി എന്ന് പറയുന്നത് എന്താ? മണൽ വാരുന്ന സ്ഥലമാണ് അല്ല. അപ്പോൾ 15 വർഷമായിട്ട് നടത്തുന്നു. ഇത് സ്വന്തം കെട്ടിടമാണോ അതോ വാടകയോ? സ്വന്തം കടയായിട്ട് നടത്തുന്നു. ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു? ചരത്ത്. ഹോട്ടൽ ചരത്ത്. നമ്മളിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ആലത്തൂരിൽ നിന്ന് മണവാരി എന്ന് പറയുന്ന സ്ഥലത്തൂടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇടത് സൈഡിലൊരു ഹോട്ടൽ ശരത്തുണ്ട്. ശരത്തെന്ന് പറയുന്ന ആരാ? മോനാ? മോനെന്ത് ചെയ്യുന്നു? അയാൾ ഇവിടെ നിൽക്കത്തില്ല, സഹായിക്കുന്നില്ല. പുള്ളി ഹോട്ടലിന് ഇഷ്ടമല്ല, പുള്ളി വണ്ടിയാണ്. ഇഷ്ടമല്ല. ലാഭമാണേ, കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും വിഷമ ബുദ്ധിമുട്ടില്ലോടെ പറയണം. അപ്പോൾ നമുക്ക് തീർക്കാം. വീണ്ടും ചിരിക്കുന്നു. ശരി. ഇച്ചിരി രസം തരുമോ? സംസാരം മാത്രം പോരല്ല, ആഹാരം കഴിക്കും കൂടെ വേണ്ട. വേറെ ആരുണ്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ? വേറെ ആരെങ്കിലും? ഒറ്റയ്ക്കുള്ള പണിയാണ്. രാവിലെ തുടങ്ങും. എപ്പോൾ എത്ര മണിയാകുമ്പോൾ ഹോട്ടലിൽ തുടങ്ങും? 6 മണിക്ക് തുടങ്ങും. പാചകമൊക്കെ അപ്പോഴാണ് തുടങ്ങത്തുള്ളൂ? അത് അതിന് മുമ്പ് ചോറിൻ്റെ പണി തുടങ്ങും. രാത്രി ഒന്നും ദോശ. നാടൻ ഭക്ഷണം ആവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി. വലിയ കോഴിയെ ഇരുത്തി പൊരിച്ചോ ഒന്നും നമുക്ക് താല്പര്യം. അയ്യോ, കുഴിമന്തിയിലൊന്നും മുമ്പ് പോകാൻ വയ്യ. നമ്മൾ ഈ പാറപ്പുറത്ത് ചെറിയ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊള്ളു. ചേട്ടൻ്റെ പേരെന്താ? ചേച്ചിയുടെ പേര്? ശ്വേത. രാധ. ചന്ദ്രദാസും രാധയും കൂടെ നടത്തുന്നതാണ് ഈ ഹോട്ടൽ. എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് പോലെ തന്നെ നമുക്ക് രുചിയോടുകൂടി കഴിക്കാം. വലിയ ഹോട്ടലിൽ കയറിയാൽ വലിയ രുചിയും വലിയ ഡിഫറൻറ്റ് ടേസ്റ്റും ഡിഷസും ഒക്കെ കാണും. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. ചിരി ചോറ്, ചിരി മീൻ ചോറ്, ചിരി രസം, 2 തോരൻ, അച്ചാർ, പപ്പടം വേണമെങ്കിൽ പപ്പടം, ഒരു മീൻ വറുത്തതും കൂടെ കൂട്ടി. പിന്നെ കുറച്ചേ ആവത്തുള്ളൂ. ആ ഒരു ധൈര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. ചിരി കണ്ടാൽ അധികം കാശ് വാങ്ങിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, അല്ലേ? കൊള്ളാം. എന്നെ മൊബൈൽ കണ്ടിട്ടുള്ള ഈ മൊബൈൽ എടുക്കുന്ന ആളിനെ കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിരിച്ചു വിടാം. കഞ്ഞിവെള്ളം തെറ്റിദ്ധരിക്കരുത്, ഇത് കഞ്ഞിവെള്ളമാണ്. കാണാമല്ലോ. തന്നെ ചൂട് കഞ്ഞിവെള്ളം ഉപ്പിട്ടാണോ? ഉപ്പിട്ടിട്ടുണ്ട്. നല്ല എനർജി ബൂസ്റ്ററാണ്. പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഇവിടെ പരിസരങ്ങളിലുള്ള പച്ചക്കറികൾ തന്നെയാണോ? ചാലിന്ന് വാങ്ങിക്കും? അത് എവിടെ നിന്ന് വാങ്ങിക്കും?
മലക്കറി കടയിൽ പോയി വാങ്ങിക്കും. വേറെ എന്തുണ്ട് ഇത് വൈകുന്നേരം കടിയൊക്കെ എന്തുവാ ഇന്നോ? ഇപ്പോൾ ഇട്ടിട്ടുണ്ടോ അതോ രാവിലെ തന്നെ എടുക്കും? ഉച്ചയ്ക്ക് ശേഷം പരിപാടിയൊന്നുമില്ല. എപ്പോഴും ചിരി തന്നെയാണോ? അല്ല അതാ നമ്മൾ കണ്ടതിൻ്റെ ചിരിയാണ്. എത്ര രൂപ ഊണിന് വരാം? ഊണിന് എത്ര രൂപ? മീൻ കറിയും കൂട്ടിയാ അതോ മീനും കൂട്ടിയാ? മീനും കൂട്ടി 85 രൂപ. ലാഭമാണെന്ന് വേണ്ടി സിറ്റിയിൽ നിന്ന് ഓടി വരണ്ട, അത്രയ്ക്ക് പെട്രോൾ ചിലവാകും. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇവിടെ വരുന്നെങ്കിൽ കയറി കഴിച്ചോ. എത്ര വേണേലും തരാനായിട്ട് ചേച്ചി ഇവിടെ റെഡിയാണ്. രാധ അല്ലേ? കച്ചവടം നന്നായിട്ട് ഒരു എല്ലാം കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ സന്തോഷമാണല്ലോ. നമ്മുടെ ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? നല്ല നാട്ടുകാരൊക്കെ നല്ല നാട്ടുകാരാണോ? ഞാനിങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ വിശന്നപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടെ വന്ന് കയറി. അങ്ങനെ ജലത്ത് ഹോട്ടലിൽ കയറാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ ചന്ദ്രദാസ് ഉണ്ടെന്ന് ഇപ്പോഴാനും വരൂ. ചന്ദ്രദാസ് കേട്ട് വരുന്നു. എന്നാൽ ഇനി പോട്ടെ. വരുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വന്നിരുന്നു. നല്ല ഒരു സുന്ദരനായിട്ടൊരു പയ്യനും ചിരി കൊടുക്കണം. ആ ചിരിക്ക് കൊടുക്കണം കാശ്. അതാണ് ഇവിടെ വരുന്നവർ ഈ ചിരി കണ്ടാണ് ആരും കഴിച്ചിട്ട് പോകുന്നത്. വയററിയും മനസ്സറിയും. അങ്ങനെ നല്ല രസവും കൂടെ കഴിച്ച് കഞ്ഞിവെള്ളവും കുടിച്ച് നമ്മുടെ ഈ നാട്ടിൻപുറത്ത് വരുമ്പോഴേ ഈ കഞ്ഞിവെള്ളം കിട്ടത്തുള്ളൂ അല്ലേ? പട്ടണത്തിലെങ്കിലും ആരും കഞ്ഞിവെള്ളമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കഞ്ഞിവെള്ളം. എന്നാലും എല്ലാവർക്കും കഞ്ഞിവെള്ളം മതി. ഒരു വലിയ കുട്ടകത്ത് നിറച്ച് കഞ്ഞിവെള്ളം കാണും. നല്ല രസമുണ്ട്, രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസം. അപ്പോൾ വളരെ സന്തോഷം. ഞങ്ങളിങ്ങനെ വന്ന് ശരത്തോടെ ഊണും കഴിച്ച് ഒരു ചിരിച്ച ഒരാളെ കണ്ട്, എന്നെ ടി വിയിൽ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ കണ്ട് ആ ചിരിയും കണ്ട് അപ്പോൾ കൈ കഴുകി കാശും കൊടുത്ത് നമുക്ക് പോവാം. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, സ്ഥലം എവിടാണെന്ന് മനസ്സിലായിരുന്നു. തിരുവനന്തപുരത്ത് ആലത്തൂരുന്ന് മണവാരി അല്ലേ? ഒന്ന് പറഞ്ഞേ മണവാരി. ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ കയറണമെന്ന് പറഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ഈ ഹോട്ടലിൽ മണവാരി ഹോട്ടലല്ല, ചരത്ത്. ഹോട്ടലിൻ്റെ പേരും മാറ്റിയ സ്വന്തമായിട്ട്. അത് പറ, അതിനകത്തോട്ട് നോക്കി പറ. സ്വന്തമായിട്ടൊരു പരസ്യം ചെയ്തിട്ടുണ്ട്. ശരി, നമുക്ക് അപ്പം ഞങ്ങളുടെ പരിപാടി കാണണമെന്ന് കൂടെ പറ. എന്നാൽ പിന്നെ അതും കൂടെ ആവട്ടെ. ഈ പരിപാടി കൂടെ എല്ലാവരും കാണണമെന്ന് പറ. കിടക്കണ്ട, കയറി പോട്ട്. ആരെങ്കിലും കണ്ടാൽ പറ. ഈ പരിപാടി എല്ലാവരും കാണണം. ആ, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്നാലും ഒന്ന് കാണണം. ശരി അല്ലേ? അപ്പം ഞങ്ങൾ പോട്ടെ. കാശുണ്ടേ? ആ, നമുക്ക് നാളെ കാണാം. ഞങ്ങൾ കാശ് കൊടുക്കട്ടെ. എന്നിട്ട് അപ്പോൾ കാശ് കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. ഞങ്ങൾ പോട്ടെ. നമുക്കും സന്തോഷമായി. നമ്മുടെ വയറിറങ്ങ് നമുക്ക് ഹാപ്പിയായി. ഞങ്ങൾ പോട്ടെ. പക്ഷേ മഴ മാറാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഭയങ്കര മഴ. 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ആ, അത്രേ ഉള്ളൂ. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ ഹോട്ടൽ ശരത്തിൽ കയറി ഊണ് കഴിച്ചു. സത്യത്തിൽ വേറെ അറിഞ്ഞു, വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലുള്ളൊരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ അറിഞ്ഞു. ഇനി അല്പസമയം വിശ്രമിച്ചിട്ട് നമ്മളടുത്ത സ്ഥലത്തേക്ക് പോകും. നാളെ കാണും.